ഞാനൊരു സ്കിൽഡ് ഇൻസ്ട്രുമെൻറ്റ് പ്ലെയർ അല്ല, ഒരു സിംഗറല്ല, ഒരു ഗിറ്റാറിസ്റ്റ് അല്ല, ആക്ടറല്ല. അങ്ങനെ സ്കിൽസ് പ്രത്യേകിച്ച് എനിക്ക് ഒന്നിലും ഭയങ്കരമായിട്ടില്ല. പക്ഷേ എനിക്ക് വീഡിയോസ് ഉണ്ടാക്കാനും മ്യൂസിക് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബീങ് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എൻ്റെ ഡെയിലി ലൈഫിൽ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരേ കാര്യം, വാട്ട് ടു മേക്ക് നെക്സ്റ്റ്, വാട്ട് ആർ ടു ക്രിയേറ്റ് നെക്സ്റ്റ്. എൻ്റെ മെയിൻ സാധനങ്ങൾ മ്യൂസിക്കും മൂവീസുമാണ്. അപ്പം എൻ്റെ മനസ്സിലെപ്പോഴും അതാവും. ഞാൻ വെറുതെ സിനിമകൾ കാണുമ്പോഴും പാട്ടുകൾ കേൾക്കുമ്പോഴും ഞാൻ അതിൻ്റെ മേക്കിങ്ങിനെ പറ്റിയിട്ടും, ഇപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ അതിൻ്റെ ഷോർട്സ് എങ്ങനെ ഒരു ചെയ്ത്, കളറിങ് എങ്ങനെ ചെയ്ത്, ലൈറ്റിങ് എങ്ങനെ ചെയ്ത് ആലോചിക്കും. പാട്ടാണെങ്കിൽ എങ്ങനെ ഒരാ മിക്സിങ് ചെയ്ത് പ്രൊഡക്ഷൻ ചെയ്ത പറ്റി ആലോചിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെപ്പറ്റി ആലോചിക്കാനായിട്ട് നടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ കറൻ്റ് ഞാൻ ചെയ്യുന്ന പ്രൊജക്ട്സിനെ പറ്റിയിട്ടാവും, അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന പ്രൊജക്ട്സിനെ പറ്റിയിട്ടാവും, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഐഡിയാസ് കിട്ടാനാവും. ബീങ് എ ക്രിയേറ്റർ ഈസ് നോട്ട് ഈസി. ലോട്ട് ഓഫ് ഫ്രസ്ട്രേഷൻസും ലോട്ട് ഓഫ് ഇമോഷൻസിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോകണം. എൻ്റെ കൂടെ ഹാപ്പിനെസ്സും സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടാവും, പക്ഷേ സാഡ്നെസ്സും ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യുന്ന സാധനത്തിന് നമുക്കൊന്നും പ്രതിഫലം കിട്ടില്ല, നമ്മൾ വിചാരിക്കുന്ന സാധനം കിട്ടി വരില്ല. പക്ഷേ ദ ഫൺ പാർട്ട് ഈസ് ആ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. പിന്നെ എനിക്കെൻ്റെ ഈ പാരൻസ് സപ്പോർട്ടുള്ളതുകൊണ്ടും എനിക്ക് പിന്നെ എൻ്റേതായ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇതിനോടുള്ളതുകൊണ്ടുമാണ് എനിക്കിത് ഇത്ര എൻജോയ് ചെയ്തും കൊണ്ട് എനിക്കിതൊക്കെ പഠിക്കാനും ഇതൊക്കെ ചെയ്യാനും പറ്റണത്. ഈ ക്രിയേറ്ററായ ഒരു വലിയ പ്രിവിലേജ് എന്താ വെച്ചാൽ നമുക്ക് ബാക്കിയുള്ളവരെ മനസ്സിൻ്റെ ഉള്ളിൽ കയറാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. എൻ്റെ ക്രിയേഷൻസ് അങ്ങനെ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല, ഞാൻ ചെയ്തിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷേ വേറെ ആൾക്കാരെ കുറേ ക്രിയേഷൻസ് എൻ്റെ മനസ്സിൽ ശരിക്കും തട്ടി എന്നെ ചിന്തിപ്പിച്ച് എന്നെ കരയിപ്പിച്ച് എൻ്റെ ലൈഫിൽ കുറേ ഇൻസ്പിറേഷൻസൊക്കെ തന്ന സംഭവങ്ങളുണ്ട്. സോ എനിക്കറിയാം എൻ്റെ ഒരു ജേർണിയിൽ എനിക്ക് വേറെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനൊരു ചെറിയ ചാൻസ് ഉണ്ട് എന്നുള്ള എൻ്റെ ക്രിയേഷൻസൊക്കെ വെച്ചിട്ട്. ആൻഡ് ഐ തിങ്ക് that is the best part of being a creator. So being a creator is not easy, but it's definitely a privilege.